16-ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? എ. സൾഫർ, ബി. ഫ്ലൂറിൻ, സി. ഓക്സിജൻ, ഡി. ക്ലോറിൻ. 16-ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? ഉത്തരം സി. ഓക്സിജൻ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? എ. 4, ബി. 10, സി. 12, ഡി. 8. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഡി. 8. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? എ. ക്ലോറിൻ, ബി. ഹൈഡ്രജൻ, സി. ഓക്സിജൻ, ഡി. കാർബൺ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഉത്തരം ബി. ഹൈഡ്രജൻ. ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? എ. വരയാട്, ബി. മാൻ, സി. സിംഹം, ഡി. കടുവ. ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഉത്തരം ഡി. കടുവ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? എ. എം. ടി. വാസുദേവൻ നായർ, ബി. പ്രിയദർശൻ, സി. ചെറിയാൻ കൽപ്പകവാടി, ഡി. തമ്പി കണ്ണാന്തനം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? ഉത്തരം എ. എം. ടി. വാസുദേവൻ നായർ. ലോക ഹീമോഫീലിയ ദിനം എന്ന്? എ. ഏപ്രിൽ 17, ബി. മാർച്ച് 17, സി. മെയ് 17, ഡി. ജൂൺ 17. ലോക ഹീമോഫീലിയ ദിനം എന്ന്? ഉത്തരം എ. ഏപ്രിൽ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറുടെയും മെമ്പർമാരുടെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? എ. ഉപരാഷ്ട്രപതി, ബി. ഗവർണർ, സി. പ്രധാനമന്ത്രി, ഡി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം സി. പ്രധാനമന്ത്രി. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? എ. മഹാത്മാഗാന്ധി, ബി. ബി. ആർ. അംബേദ്കർ, സി. സർദാർ വല്ലഭായ് പട്ടേൽ, ഡി. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ഉത്തരം ഡി. ജവഹർലാൽ നെഹ്റു. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. ഇടുക്കി, ബി. വയനാട്, സി. പാലക്കാട്, ഡി. തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഡി. തിരുവനന്തപുരം. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? എ. ജസ്റ്റിസ് സിറിയക് ജോസഫ്, ബി. ജസ്റ്റിസ് കെ. കെ. ഉഷ, സി. ജസ്റ്റിസ് കെ. ജി. ബാലകൃഷ്ണൻ, ഡി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ഉത്തരം ഡി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? എ. ദേശീയ വിവരാവകാശ കമ്മീഷൻ, ബി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ, സി. ദേശീയ വനിതാ കമ്മീഷൻ, ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു?
ഉത്തരം ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. എ. 1914, ബി. 1921, സി. 1919, ഡി. 1917. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത്? ഉത്തരം ഡി. 1917. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? എ. അയ്യങ്കാളി, ബി. EMS നമ്പൂതിരിപ്പാട്, സി. പി. കൃഷ്ണപിള്ള, ഡി. AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ. അയ്യങ്കാളി. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കൊല്ലം, ബി. പത്തനംതിട്ട, സി. ഇടുക്കി, ഡി. പാലക്കാട്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ബി. പത്തനംതിട്ട. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? എ. ചെമ്മണ്ണ്, ബി. എക്കൽ മണ്ണ്, സി. കറുത്ത മണ്ണ്, ഡി. ഇവയൊന്നുമല്ല. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ബി. എക്കൽ മണ്ണ്. കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? എ. വാഗമൺ, ബി. കോഴിക്കോട്, സി. വയനാട്, ഡി. മൂന്നാർ. കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം സി. വയനാട്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? എ. ബോംബെ, ബി. ലാഹോർ, സി. ഡൽഹി, ഡി. കൽക്കട്ട. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഡി. കൽക്കട്ട. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? എ. ഗായത്രി പുഴ, ബി. ചാലക്കുടി പുഴ, സി. തൂത്തുപുഴ, ഡി. കുന്തിപ്പുഴ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഉത്തരം സി. തൂത്തുപുഴ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? എ. അനുച്ഛേദം 24, ബി. അനുച്ഛേദം 19, സി. അനുച്ഛേദം 51, ഡി. അനുച്ഛേദം 36. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ബി. അനുച്ഛേദം 19. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? എ. ജവഹർലാൽ നെഹ്റു, ബി. ഗോപാലകൃഷ്ണ ഗോഖലെ, സി. സുഭാഷ് ചന്ദ്രബോസ്, ഡി. സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? എ. എക്കൽ മണ്ണ്, ബി. ചെങ്കൽ മണ്ണ്, സി. ചെമ്മണ്ണ്, ഡി. പർവ്വത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ഉത്തരം എ. എക്കൽ മണ്ണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? എ. ഇ. കെ. നാരായണൻ, ബി. കൃഷ്ണനായർ, സി. AK ഗോപാലൻ, ഡി. S. ഗോപാലൻ.
ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം സി. എ. കെ. ഗോപാലൻ. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. എ. കയർ, ബി. തടി, സി. കൈത്തറി, ഡി. കശുവണ്ടി. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. ഉത്തരം സി. കൈത്തറി. അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെ? അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെ? എ. കാഞ്ഞിരപ്പള്ളി, ബി. തിരുവല്ല, സി. ചങ്ങനാശ്ശേരി, ഡി. ചെങ്ങന്നൂർ. അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെ? ഉത്തരം എ. കാഞ്ഞിരപ്പള്ളി. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? എ. റേഡിയോ, ബി. ബാറ്ററി, സി. ടോർച്ച്, ഡി. ഫോൺ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? ഉത്തരം ബി. ബാറ്ററി. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? എ. ആയുഷ് ഖാൻ, ബി. മോഹൻലാൽ, സി. നിവിൻ പോളി, ഡി. ദിലീപ്. 2020 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം സി. നിവിൻ പോളി. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ്? എ. ചാലക്കുടി പുഴ, ബി. പമ്പ, സി. ചാലിയാർ, ഡി. മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ്? ഉത്തരം ഡി. മുതിരപ്പുഴ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ താൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ താൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എ. ഗാന്ധിജി, ബി. കെ. കേളപ്പൻ, സി. ജവഹർലാൽ നെഹ്റു, ഡി. സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം എ. ഗാന്ധിജി. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? എ. കുമാരകം, ബി. തട്ടേക്കാട്, സി. ചൂളന്നൂർ, ഡി. മംഗളവനം. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? ഉത്തരം ബി. തട്ടേക്കാട്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര്? എ. സക്കീർ ഹുസൈൻ, ബി. രാജേന്ദ്ര പ്രസാദ്, സി. എസ്. രാധാകൃഷ്ണൻ, ഡി. വി. വി. ഗിരി. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം സി. എസ്. രാധാകൃഷ്ണൻ. കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? എ. 1950 ജനുവരി 26, ബി. 1950 ജനുവരി 24, സി. 1956 നവംബർ 28, ഡി. 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം ഡി. 1956 നവംബർ 1. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? എ. EMS നമ്പൂതിരിപ്പാട്, ബി. ആർ. ശങ്കർ, സി. അച്യുതമേനോൻ, ഡി. പട്ടം താണുപിള്ള. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു?
ഉത്തരം എ. EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? എ. മൈന, ബി. കുയിൽ, സി. മലമുഴക്കി, ഡി. കൊക്ക്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഉത്തരം സി. മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? എ. സിംഹം, ബി. കടുവ, സി. ആന, ഡി. പൂച്ച. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം സി. ആന. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? എ. കണിക്കൊന്ന, ബി. ചെമ്പരത്തി, സി. റോസ്, ഡി. താമര. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ഉത്തരം എ. കണിക്കൊന്ന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? എ. പമ്പ, ബി. ഭാരതപ്പുഴ, സി. പെരിയാർ, ഡി. നർമ്മദ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം സി. പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? എ. KS ചിത്ര, ബി. മേരി റോയ്, സി. ഇന്ദിരാഗാന്ധി, ഡി. ആനി മാസ്ക്രീൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ഉത്തരം ബി. മേരി റോയ്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? എ. പാർലമെൻറ്റ്, ബി. സുപ്രീം കോടതി, സി. രാഷ്ട്രപതി, ഡി. പ്രധാനമന്ത്രി. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം എ. പാർലമെൻറ്റ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏത്? എ. പോർച്ചുഗീസുകാർ, ബി. ബ്രിട്ടീഷുകാർ, സി. ഫ്രഞ്ചുകാർ, ഡി. ഡച്ചുകാർ. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏത്? ഉത്തരം എ. പോർച്ചുഗീസുകാർ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? എ. മെനിഞ്ചസ്, ബി. ഡയഫ്രം, സി. പെരികാർഡിയം, ഡി. പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? ഉത്തരം ഡി. പ്ലൂറ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? എ. 1695, ബി. 1697, സി. 1691, ഡി. 1693. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? ഉത്തരം ബി. 1697. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എ. മുംബൈ, ബി. വിശാഖപട്ടണം, സി. കൊച്ചി, ഡി. പനാജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി. കൊച്ചി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠകശാല? എ. ആറ്റിങ്ങൽ, ബി. കടയ്ക്കാവൂർ, സി. കുളച്ചൽ, ഡി. അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠകശാല? ഉത്തരം ഡി. അഞ്ചുതെങ്ങ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? എ. സ്വാമി ദയാനന്ദ സരസ്വതി, ബി. സ്വാമി വിവേകാനന്ദൻ, സി. രാജാറാം മോഹൻ റോയ്, ഡി. ശ്രീ രാമകൃഷ്ണൻ പരമഹംസൻ.
ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി. രാജാറാം മോഹൻ റോയ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആസ്ഥാനം എവിടെ? എ. കൊല്ലം, ബി. കോഴിക്കോട്, സി. തൃശൂർ, ഡി. തിരുവനന്തപുരം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം സി. തൃശൂർ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? എ. ബി. എൻ. റാവു, ബി. ജവഹർലാൽ നെഹ്റു, സി. മഹാത്മാഗാന്ധി, ഡി. ബി. ആർ. അംബേദ്കർ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ബി. ജവഹർലാൽ നെഹ്റു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? എ. 1995 സെപ്റ്റംബർ 15, ബി. 1992 ജനുവരി 31, സി. 1998 ഡിസംബർ 11, ഡി. 1993 ഒക്ടോബർ 12. ഉത്തരം ഡി. 1993 ഒക്ടോബർ 12.